ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളുടെ ക്രിസ്തു ഭാഗം 32. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിന് രൂപം കൽപ്പിക്കുക എന്നത് തന്നെ അസാധ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം ആത്മാവാകുന്നു, ദൈവം വെളിച്ചമാകുന്നു, ദൈവം സ്നേഹം തന്നെ. അതുപോലെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. സർവശക്തൻ, സർവജ്ഞാനി, സർവ്യാപി, സർവോന്നതത്വം, ഇങ്ങനെ ദൈവത്തിൻ്റെ സ്വാഭാവിക ഗുണവിശേഷങ്ങളും അതോടൊപ്പം ദൈവം സ്നേഹമാകുന്നു എന്ന അടിസ്ഥാനത്തിൽ ദൈവം എല്ലാ നന്മയുടെയും ആകത്തുകയാണ്. അത് സ്നേഹം, അനുകമ്പ, ദയ, കൃപ, കരുണ, ക്ഷമ, ഇവയെല്ലാം ഈ സ്നേഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ സ്നേഹം നിത്യമാണ്. അവിടെ നിന്ന് എല്ലാവരെയും സ്നേഹിക്കുന്നു. ഒരു മുഖം നമുക്ക് സങ്കല്പിക്കുക അത് അസാധ്യമാണ്. എങ്കിലും അറിവ്, ആലോചന, പ്രവൃത്തി ഇവയെല്ലാമുള്ള ഒരു വ്യക്തിത്വം നാം ദൈവത്തിൽ ദർശിക്കുന്നു. അതെ, ഒരു ദൈവം 3 ആളത്വങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നാം നേരത്തെ കേട്ട ആ വേദഭാഗങ്ങളിലെല്ലാം ദൈവത്തെ ചില പ്രത്യേക വിധത്തിൽ കണ്ടു എന്നല്ലാതെ ദൈവത്തിൻ്റെ മഹത്വത്തിൽ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ ശരിയായ രൂപം എങ്ങനെയും നമുക്കറിയില്ല. എന്നാൽ നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 ഇങ്ങനെ പറയുന്നു: നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന്. നോക്കൂ, ഇതിൻ്റെ സാരം ദൈവത്തിനുള്ളതുപോലെ ബുദ്ധിയും ഇച്ഛയും വികാരം എന്നീ ത്രിവിധ ഗുണങ്ങളോട് കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്കിലും അഖിലാണ്ടത്തിലെ സർവ്വചരാചരങ്ങളും ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യനെ മാത്രം മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കി ദൈവത്തിൻ്റെ ജീവശ്വാസം അവനിൽ ഊതി അവൻ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. യാതൊരു മൃഗത്തിനും ദൈവാഭിമുഖമായ ഒരു ചിന്തയില്ല. എന്നാൽ എത്ര അപരിഷ്കൃതനായ മനുഷ്യനായാൽ പോലും അവന് ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ചിന്തയുണ്ട്. അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം. ഏതൊരു അപരിഷ്കൃത മനുഷ്യനും ദൈവിക ചിന്തയും ദൈവാരാധനയും നീതിബോധവും ഉള്ളത് അവന് ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതുകൊണ്ടാണ്. മനുഷ്യ സൃഷ്ടിയിൽ ദൈവിക തൃത്വത്തിലെ 3 ആളത്വങ്ങളും അന്യോന്യം ആലോചിച്ച് സൃഷ്ടി നടത്തുന്നതായിട്ട് ഉൽപ്പത്തി 1:26 നിന്ന് വ്യക്തമാണ്. ദൈവിക സാരാംശത്തിൽ ഈ തൃത്വത്തിൻ്റെ സാന്നിധ്യം പ്രകടമായിരിക്കുന്നത് പോലെ മനുഷ്യനിലും ഒരു തൃത്വം പ്രകടമാണ്. കാണാവുന്ന ശരീരവും കാണാൻ വയ്യാത്ത ആത്മാവും ജീവനും. മനുഷ്യനിൽ ശരീരം, അതുപോലെ പ്രാണൻ, ആത്മാവ് എന്നീ 3 ഘടകങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തെപ്പോലെ അവൻ വ്യക്തിത്വമുള്ളവനും വിവേകബുദ്ധിയുള്ളവനും ധാർമ്മിക ബോധമുള്ളവനുമാണെന്നാണ്. മനുഷ്യനെ നിർമ്മിച്ചത് മണ്ണുകൊണ്ടാണെങ്കിലും അവനിൽ കുടികൊള്ളുന്ന ആത്മാവിൻ്റെ മൂല്യം അവനെ സർവ്വലോകത്തേക്കാളും വിലയുള്ളവനാക്കി തീർക്കുന്നു. അഭിലാഷങ്ങൾ, അഭിരുചികൾ, വികാരങ്ങൾ, വിശപ്പ് എന്നിവയുടെ ഇരിപ്പിടമാണ് മനുഷ്യനിലുള്ള പ്രാണൻ. ബുദ്ധി, പരിജ്ഞാനം, മനസാക്ഷി എന്നിവയുടെ ഇരിപ്പിടമാണ് ആത്മാവ്. പിന്നാലെ മനുഷ്യോൽപ്പത്തിയെക്കുറിച്ച് നാം പഠനവിധേയമാക്കുമ്പോൾ അക്കാര്യം കൂടുതൽ വിശദമാക്കാം. എങ്കിലും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കുക എന്ന് പറയുന്നതിൽ നിന്നും പിതാവായ ദൈവത്തിന് രൂപമില്ല എന്ന് നാം കണ്ടു. പുത്രനാകുന്ന ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ രൂപം ജഡമെടുത്തതും നാം ദർശിച്ചു. തുടർന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ അവിടെയും രൂപത്തെ കാണുന്നില്ല. എങ്കിലും ഒരു രൂപം സങ്കല്പിക്കുകയാണെങ്കിൽ മനുഷ്യൻ പാപം ചെയ്തതിന് മുമ്പ് നിശ്ചയമായും അത് ക്രിസ്തുവിൻ്റെ രൂപം തന്നെ ആയിരിക്കണം. സർവ്വഭൂമിമേലും വാഴുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം അവനെ തേജസ്സും ബഹുമാനവും അണിയിക്കുകയും സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കുകയും ചെയ്തിരിക്കുന്നതായിട്ട് സങ്കീർത്തനം 8-5-6 വാക്യങ്ങളിലും കാണുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിനാൽ ഭൂമിമേലുള്ള അവൻ്റെ ആധിപത്യം അവന് നഷ്ടമായി. പാപരഹിതനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിലും സ്വതന്ത്ര ബുദ്ധി അവന് കൊടുത്തിരിക്കുന്നു. പാപം ചെയ്യുവാനും ചെയ്യാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് അവനുണ്ടായിരുന്നത്. യുഗങ്ങൾ എന്ന വിഷയം പിന്നാലെ പഠനവിധേയമാക്കുമ്പോൾ ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായി നമുക്ക് കേൾക്കാൻ കഴിയും. അതെ, ക്രിസ്തുവിൻ്റെ ഈ വിശിഷ്ട പുത്രത്വം മറ്റാർക്കും അവകാശപ്പെടുവാൻ കഴിയുകയില്ല. ദൈവം ക്രിസ്തുവിന് പിതാവായിരിക്കുന്നത് പോലെയും ക്രിസ്തു പിതാവാം ദൈവത്തിന് പുത്രനായിരിക്കുന്നത് പോലെയുമുള്ള ഒരു ബന്ധം മറ്റാർക്കും ഉണ്ടായിരിക്കും.